അസം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയത് സുതാര്യമായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. രജിസ്റ്ററിൽ ഇല്ലാത്ത ഒരാൾക്കെതിരെയും ബലപ്രയോഗമുണ്ടാകില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഹരീഷ് ചേരുന്നു. ഹരീഷ്, 40 ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടമാകുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയാണ് രാജ്യത്ത് നടക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ രാജ്നാഥ് സിംഗ് എന്തൊക്കെയാണ് സഭയെ അറിയിച്ചത്? അജിൻഷാദ്, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടെ എന്തായാലും രാജ്യസഭ പല പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും ലോകസഭയിലാണ് ഇന്ന് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ലോകസഭ ഇന്ന് രാവിലെ 11:50 വരെ, കാരണം ഒരു 15-20 മിനിറ്റോളം സഭ പിരിയുന്ന സാഹചര്യമുണ്ട്. കാരണം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ബഹളത്തെ തുടർന്ന് ലോകസഭ ഇന്ന് 11:50 വരെ കുറച്ച് 20 മിനിറ്റോളം സഭ പിരിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ തുടർന്ന് സഭ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. സഭ പ്രക്ഷുബ്ധമാണ്. കാരണം സഭയിൽ എല്ലാവരും തന്നെ ചർച്ചയ്ക്ക് എഴുതുന്ന സാഹചര്യത്തിൽ തൃണമൂൽ പ്രവർത്തകർ ശബ്ദം വെക്കുന്നു, ബഹളം വെക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ നടുത്തത്തെ വരുന്ന സാഹചര്യമൊക്കെ സഭയിലുണ്ടായി. തുടർച്ചയായി 4 ദിവസം രാജ്യസഭയിലായിരുന്നു ഈ അസം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭ പ്രക്ഷുബ്ധമായിരുന്നു. എന്നാൽ രാജ്യസഭയിൽ ഇന്ന് ബഹളമുണ്ടെങ്കിലും സഭ ഒരു നിർത്തിവെക്കുന്ന സാഹചര്യമൊന്നുമില്ല. സഭ മുന്നോട്ട് പോകുന്നുണ്ട് സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ബില്ലുകളാണ് ഇന്ന് സഭയുടെ മുന്നിൽ വരുന്നത്. ദേശീയ കായിക സർവകലാശാല ബില്ല് ഇന്ന് ലോകസഭയുടെ പരിഗണനയിൽ എത്തുന്നുണ്ട്. അതുകൂടാതെ നിയമവിരുദ്ധമായി നിക്ഷേപം നിരോധിക്കുന്ന ബില്ല്, ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ല് എന്നീ ബില്ലുകളെല്ലാം ലോകസഭയുടെ പരിഗണനയിൽ എത്തുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ കമ്മീഷൻ ബില്ലിനെതിരായ IMA ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ സംഘം രംഗത്തുണ്ട്. അതെന്തായാലും കേന്ദ്ര സർക്കാർ നല്ലൊരു തിരിച്ചടിയാണ്. ആ ബില്ല് എന്താണ് ലോകസഭ കൈക്കൊള്ളുന്നതെന്നാണ് ഇപ്പൊ എന്തായാലും രാജ്യമൊട്ടാകെ ഇന്നിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാലികാ പീഡനക്ക് വധശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട നേരത്തെ ലോകസഭ പാസാക്കിയ ക്രിമിനൽ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിലെ പരിഗണനയിൽ വരുന്നുണ്ട്. അതെന്തായാലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എന്തായാലും അത് പാസ്സാക്കാൻ ലോകസഭ ഐക്യകണ്ഠേനമായാണ് ആ ബില്ല് പാസ്സാക്കിയത്. കാരണം ഈ പറഞ്ഞ പീഡനങ്ങൾ നിരോധിക്കുന്നതിന് ഭയമായിട്ട് പീഡനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി, രാജ്യത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനൊരു ബില്ല് അത്യാവശ്യമാണെന്ന് പ്രതിപക്ഷമൊക്കെ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് രാജ്യസഭയിൽ ആ ബില്ല് പാസ്സാവും, എന്തായാലും ഐക്യകണ്ഠേനമായും പാസ്സാവുക. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ലോകസഭയിൽ ബഹളം വെക്കുകയാണ്. കാരണം ഇപ്പോഴും സഭ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അവർ വ്യക്തമായി തന്നെ അവിടെ ബഹളം വെക്കുന്നു. പല ആ വ്യക്തികളും ചർച്ചയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ബഹളം വെക്കുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അസമിലെത്തിയ തൃണമൂൽ MP ഉള്ളവരെ തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ബഹളം വെക്കുക. ഇന്നലെയായിരുന്നു MP മാരും MLA മാരൊക്കെ ജനപ്രതിനിധികളെ എയർപോർട്ട് വഴി തടഞ്ഞ സാഹചര്യം എടുക്കണം. അസമിൽ എന്തെങ്കിലും BJP സർക്കാർ ഭരിക്കുന്നു. പക്ഷേ BJP സർക്കാർ പോലീസുകാരെ വെച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തികളെ തടഞ്ഞ സാഹചര്യമുണ്ടായി. അപ്പൊ അതിനെതിരെ മാറ്റിക്കുന്നത് അസം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയത് സുതാര്യമായെന്നാണ് കേന്ദ്ര ആഭ്യന്തര രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. ഇപ്പൊ സഭയിൽ മറുപടി പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി നൽകിയത്: രജിസ്റ്റർ ഇല്ലാത്ത ഒരാൾക്കെതിരെയും ബലപ്രയോഗം ഉണ്ടാവില്ല. പൗരത്വ രജിസ്റ്റർ നിലവിൽ വന്നത് 1951 അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ സമീക്ഷ ഇതേ പരാമർശം നടത്തിയിരുന്നു. കാരണം രാജീവ് ഗാന്ധിയാണ് അസം പൗരത്വ രജിസ്റ്ററുമായി മുന്നോട്ട് വന്നത്. പക്ഷെ ആ രജിസ്റ്ററുമായി മുന്നോട്ട് പോയെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള നട്ടെല്ലാം എന്തായാലും കോൺഗ്രസിനില്ല എന്ന് അമിത്ഷാ പറഞ്ഞു. അപ്പൊ അതിനെ തുടർന്ന് രാജ്യസഭ ഇത്രയും ദിവസം തുടർച്ചയായി 4 ദിവസം സഭ പ്രക്ഷുബ്ധമായി സഭ പിരിയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ 5-ാം ദിവസം സഭ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നെ തൽപര കക്ഷികളാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു. കാരണം ഇതൊരു വോട്ട് ബാങ്കായി തന്നെ ഉപയോഗിക്കുകയാണ്. ഇത് വോട്ട് ബാങ്കായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് കാണുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് BJPയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. പക്ഷെ പ്രതിപക്ഷം തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള എല്ലാ പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ ഇവരെ പൗരന്മാരായി കാണണം, ഇവരെ വോട്ട് ബാങ്കായി നിങ്ങൾ കാണരുത് എന്നാണ് മുന്നോട്ട് വന്നത്. അപ്പൊ ഈ സമയത്താണ് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അസം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയത് സുതാര്യമായെന്നാണ് അപ്പോൾ വ്യക്തമാക്കിയത്. അപ്പൊ അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ തുടർന്ന് ഹരീഷ്, പ്രതിപക്ഷങ്ങൾ പ്രധാനമായും മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇതാണ്: ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നീക്കം. 1. 2, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ആഭ്യന്തരമായി തന്നെ പൗരന്മാരായ ഒരു വിഭാഗം അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചവർ ഇവിടെ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന സാഹചര്യം സംജാതമാക്കുമെന്ന് പ്രതിപക്ഷം മുമ്പോട്ട് വെച്ച എന്ത് ആശങ്കയ്ക്ക്, അവരുടെ ആശങ്ക ദൂരീകരിക്കുന്ന എന്ത് വിശദീകരണമാണ് രാജ്നാഥ് സിംഗിന്റെ വിശദീകരണത്തിലുണ്ടായത്? അജിംഷ, ഈ പറഞ്ഞ രാജ്നാഥ് സിംഗിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ ഇല്ലാത്ത ഒരാൾക്കെതിരെയും പ്രയോഗം ഉണ്ടാകില്ല. അതുപോലെ തന്നെ അസം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയ സുതാര്യമായാണ്. അതുപോലെ ഇത് നടപ്പിലാക്കാൻ തുടങ്ങിയത് പൗരത്വ രജിസ്റ്റർ നിലവിൽ വന്നത് 1951 പറഞ്ഞു. പക്ഷേ ഇത് വ്യക്തമായി തന്നെ തൃണമൂൽ കോൺഗ്രസ് അവിടെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണമാണ് BJPയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം നിലവിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ അസമിലേക്ക് ഈ പറഞ്ഞ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ MP പറഞ്ഞ പ്രതിനിധികൾ, MLA മാരൊക്കെ എല്ലാവരും തന്നെ അസമിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ വെച്ച് തന്നെ പോലീസ് ഇവരെ തടയുന്ന സാഹചര്യം ഉണ്ട്. അതായത് ഇതൊരു വോട്ട് ബാങ്കായി തന്നെയാണ് എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ഇതിനെ കാണുന്നത് എന്നൊരു ആരോപണമാണ് BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പക്ഷേ പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ പറയുന്നു ഇവരെ പൗരന്മാരെ തന്നെ അംഗീകരിക്കണം. കാരണം ഇത്രയും പേര് 40 ലക്ഷം പേർക്കാണ് ഇപ്പോൾ എന്തായാലും ഇന്ത്യൻ പൗരന്മാരാത്ത അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവരെ പൗരന്മാരായിട്ട് തന്നെ പരിഗണിക്കാൻ ഒരു ആവശ്യമാണ് ഇപ്പോൾ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഇത് സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സഭ കൂടുതൽ പ്രക്ഷുബ്ധമാവാൻ തന്നെയാണ് സാധ്യത.
പക്ഷെ നിലവിൽ നിരവധി ബില്ലുകൾ തന്നെ സഭയിലെ പരിഗണനയിൽ വരാനുണ്ട്. പക്ഷേ ഈ ബില്ലുകളെല്ലാം തന്നെ പരിഗണിക്കുന്ന കാര്യങ്ങൾ സംശയത്തിലാണ്. സഭ ഇപ്പോഴും ഈ ബഹളത്തെ തുടർന്ന് സഭ പുരോഗമിക്കുന്നുണ്ടെങ്കിലും സഭയിൽ ബഹളം കാരണം സഭാ നടപടികൾ മെല്ലെ പതുക്കെയാണ് സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അജിംഷാദ്. ശരി, ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും പൗരത്വ രജിസ്റ്ററിന്റെ കരട് പട്ടികയിൽ സുതാര്യമായി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പൗരത്വം ഈയിടെ നഷ്ടപ്പെട്ടവർക്കൊന്നും അവരോട് ബലപ്രയോഗം ഉണ്ടാകില്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. ഇതിന്റെ വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ശബരിമല ഉപദേശക സമിതി അധ്യക്ഷൻ ടി.കെ. നായർ. വ്രതത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും ടി.കെ. നായർ പറഞ്ഞു. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ ശബരിമലയിൽ വിലക്കുന്നത് ഇരട്ടമുഖവും ഇരട്ടത്താപ്പുമെന്ന് ടി.കെ. നായർ പറഞ്ഞു. ആർത്തവ പ്രായത്തിൽ സ്ത്രീകൾക്ക് വ്രതാനുഷ്ഠാനം സാധ്യമല്ല എന്ന വാദം അവർക്ക് സന്നിധാനത്തിൽ പ്രവേശനം വിലക്കാനുള്ള കാരണമല്ല. ശബരിമലയിൽ 25% തീർത്ഥാടകരും ആചാരങ്ങൾ പാലിക്കുന്നവരല്ല. അതുകൊണ്ടുതന്നെ വ്രതത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ശരിയായ കാര്യമല്ല. തിക്കും തിരക്കുമുള്ള തീർത്ഥാടന വേളകളിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ പ്രായോഗികതയെപ്പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദം. സ്ത്രീകൾക്ക് ഏതെങ്കിലും സ്ഥാനത്ത് പ്രവേശനം നിഷേധിക്കാൻ ഒരു നിയമവുമില്ല. പുരുഷന് അനുവാദമെങ്കിൽ സ്ത്രീക്കും അനുവദിക്കണം. ആരാധനമൂർത്തിയുടെ മുന്നിൽ പോകാനും പ്രാർത്ഥിക്കാനും പുരുഷനാകുമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീക്കാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും മസ്ജിദിലായാലും നിയമപരമായി എന്തൊക്കെയാണ് അനുവദനീയമെന്നും എന്തൊക്കെയാണ് അനുവദനീയമല്ലാത്തതെന്നും ഭരണഘടനയെ വ്യാഖ്യാനിച്ച് തീർപ്പാക്കാൻ അധികാരമുള്ളത് പരമോന്നത കോടതിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. സുപ്രീം കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സംബന്ധിച്ച് മാർഗരേഖ 2 ആഴ്ചക്കകം രൂപമായേക്കും. കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് സുപ്രീം കോടതി സാവകാശം നൽകി. അറ്റോർണി ജനറലിന് മുന്നിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കേസ് സുപ്രീം കോടതി ആഗസ്റ്റ് 17 അന്തിമവാദം കേൾക്കും. സോളാർ കേസിൽ വ്യാജരേഖകൾ ചമച്ച് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയ കേസിൽ സാക്ഷിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. സരിതയുടെ കത്ത് 21 പേജിൽ നിന്ന് 24 ആയത് വ്യാജരേഖ ചമച്ചതാണെന്ന് ആരോപിച്ച് അഭിഭാഷകനായ സുധീർ ജേക്കബാണ് പരാതി നൽകിയിരുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, കഴിഞ്ഞ ബുള്ളറ്റിൽ തന്നെ ഉമ്മൻചാണ്ടി അവിടെ എത്തിയിരുന്നു എന്ന് രാജ്കുമാർ സൂചിപ്പിച്ചു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉമ്മൻചാണ്ടി മൊഴി നൽകിയിട്ട് അല്പസമയം മുമ്പാണ് കൊട്ടാരക്കര കോടതിയിൽ നിന്ന് മടങ്ങിയത്. അദ്ദേഹം മൊഴിയിൽ തന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു. ഇത് ഒരു തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം ചിലർ നടത്തിയ നാടകമാണ്. ഇതിനെതിരെ കോടതി അന്വേഷണം നടത്തണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മൊഴി നൽകി അദ്ദേഹം പോയി കഴിഞ്ഞു. മുമ്പ് ഇതിന്റെ വിശ്വനാഥ കുറുപ്പിനെയും അതുപോലെ ഫെനി ബാലകൃഷ്ണനെയും രണ്ടുപേരെയും മൊഴി നേരത്തെ തന്നെ കോടതി രേഖപ്പെടുത്തിയിരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനും അതുപോലെ ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകനായിട്ടുള്ള സുധീർ ജേക്കബാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. പേജുള്ള കത്ത് 25 പേജുള്ള കത്താക്കി മാറ്റിയതിന് പിന്നിൽ വ്യാജമായി ചമച്ചതാണ് എന്ന് കരുതെഴുതിയ കത്ത് വ്യാജമായി ചമച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു കേസ്. എന്തായാലും കൊട്ടാരക്കര കോടതിയിൽ ഇന്ന് ഉമ്മൻചാണ്ടി മൊഴി നൽകി മടങ്ങി. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, തൊടുപുഴ കൂട്ടക്കൊലപാതക കേസിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി സമീർ വാഴങ്ങോട് ചേരുന്നു. സമീർ, CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുന്നു. കൃത്യമായ ചില ദിശകൾ പോലീസിന് ലഭിച്ചതായ സൂചനകൾ എത്തുന്നു. ഇപ്പോൾ എന്താണ് വിവരം? ആരാണ് കസ്റ്റഡിയിലായത്? എന്തൊക്കെയാണ് അറിയിക്കാനാവുന്നത്? ജിംഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ കൊല്ലപ്പെട്ട കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രവാദം, പൂജ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ പിന്നിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. ഈ 2 പേരിൽ ഒരാൾ നെടുങ്കണ്ടം സ്വദേശിയാണ്. ഈ കൊല്ലപ്പെട്ട കൃഷ്ണനുമായി ഏറെ അടുത്ത ബന്ധമുള്ളവരാണ് ഈ 2 പേരുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ സംബന്ധിച്ച് ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ 2 പേർക്കും പങ്കുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ വിവരങ്ങളുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത്. ഈ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഇവരെ 2 പേരെയും കാളിയാർ പോലീസ് സ്റ്റേഷൻ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലോടുകൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വണ്ണപ്പുറം ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട കൃഷ്ണന്റെ മൊബൈൽ ഫോൺ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഈ സിഗ്നലിൽ നിന്നും പോയിട്ടുള്ള കോളുകളും ഇതിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ പോലീസിന് കഴിയും. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. നമുക്കറിയാം, നാടിനെ നടത്തിയ ഒരു ക്രൂരമായ കൊലപാതകമാണ് കൃഷ്ണനും അതോടൊപ്പം തന്നെ ഭാര്യ സുശീല, മക്കളായ ആശ, അർജുൻ എന്നിവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിൽ പോലീസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബം ഒരു ആക്രമണം എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ മുറികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ വടി അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ആയുധം ഇവർ സൂക്ഷിച്ചിരുന്നു. അത് തങ്ങളെ ആക്രമിക്കാൻ എത്തുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഒരു മുൻകൂട്ടി ഇവർ അത്തരത്തിലുള്ള ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും വണ്ണപ്പുറം കൊമ്പക്കാനത്തെ ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരെയും ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരം പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. അതായത് സമീർ, കുടുംബ വഴക്കാണോ അതോ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില വൈരാഗ്യങ്ങളാണോ ഇത്യാദി പല കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് പ്രചരിക്കുന്നു. ഇപ്പോൾ അറസ്റ്റിലായവരുടെ സ്വഭാവം അത് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെ സംബന്ധിച്ചും ഒക്കെ നോക്കുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിന്റെ കാരണങ്ങളായി സൂചിപ്പിക്കപ്പെടുന്നത്? ഇവരുടെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നേരത്തെ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒത്തുതീർപ്പ് ആയതാണ്. എന്നാൽ ഒത്തുതീർപ്പായെങ്കിൽ കൂടി ഈ കുടുംബവുമായി ഇവർക്ക്, ഈ കൃഷ്ണനും കുടുംബത്തിനും അവരുടെ സഹോദരങ്ങളുമായൊന്നും തന്നെ കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഒരിക്കലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പ്രധാനമായും ഇവരുടെ ഈ മന്ത്രവാദവും പൂജയുമായും ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളായിരിക്കാം ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പിടിയിലായ ഈ കസ്റ്റഡിയിലുള്ള രണ്ടുപേരും ഇവിടെ ഈ കൃഷ്ണനുമായി ഏറെ അടുപ്പമുള്ളവരാണ്. ഈ 6-7 മാസങ്ങളായി സ്ഥിരമായിട്ട് കൃഷ്ണന്റെ കൂടെ കണ്ടിരുന്ന ഒരാളാണ് ഈ നെടുങ്കണ്ടം സ്വദേശി. ഈ നെടുങ്കണ്ടം സ്വദേശിയെയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷ്ണൻ അവരുടെ ഭാര്യയായിട്ടുള്ള സുശീലയോട് പറഞ്ഞ കാര്യങ്ങൾ സുശീല സഹോദരിയായിട്ടുള്ള ഓമനയോട് പറയുകയും ഇക്കാര്യങ്ങൾ പോലീസിന് മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വലിയ തുക നമുക്ക് ലഭിക്കാനുണ്ട് എന്നുള്ള കാര്യം കൃഷ്ണൻ സുശീലയോട് പറഞ്ഞിരുന്നു എന്നുള്ളത് ഓമന പോലീസ് നൽകിയ മൊഴിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സംഭവം കൂടി നിലനിൽക്കുന്നു. ഇത് അറിയാവുന്ന ആരെങ്കിലും ചെയ്ത ഒരു കൊലപാതകമാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും ഈ വീട് സംബന്ധിച്ചും വീടിന് തൊട്ടുപിറകിലുള്ള ഈ ആട്ടിൻകൂടും അതുപോലെ തന്നെ അതിന് പിറകിലുള്ള ഈ കുഴിയൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുള്ളവർ, ഈ വീടിനെ സംബന്ധിച്ചും വീട്ടുകാരെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കൊലപാതകമാണോ ഈ സംഭവം എന്നുള്ള പോലീസിന്റെ ഒരു സംശയം ബലപ്പെടുന്നുണ്ട്. പിടിയിലായതിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യത വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. തൊടുപുഴ ഡിവൈഎസ്പിയും അദ്ദേഹത്തിന് കീഴിലുള്ള 5 CIമാരുമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അപ്പോൾ തന്നെ ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാൽ ശേഖരിക്കുന്നുമുണ്ട്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കീഴാറ്റൂർ ബൈപ്പാസ് തർക്കം ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിൽ ഉന്നതതല യോഗം ചേരും. വയൽക്കിളി സമരസമിതി പ്രതിനിധികൾ, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ശരത്, എപ്പോഴാണ് യോഗ? എന്തൊക്കെയാണ് യോഗം ചർച്ച ചെയ്യുന്നതിലെ മാനദണ്ഡങ്ങൾ? അജിംഷാദ്, കീഴാറ്റൂർ വിഷയത്തിൽ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. 10 മിനിറ്റോളമായിരിക്കും യോഗം നീളുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ യോഗത്തിൽ വയൽക്കിളികൾ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള BJP MPമാർ, BJP നേതാവായ PK കൃഷ്ണദാസ്, അതുപോലെ തന്നെ
കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവരായിരിക്കും പങ്കെടുക്കുക. 10 മിനിറ്റോളം നീളുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ഫലം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അറിയിക്കുമെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ യോഗത്തിലേക്ക് സർക്കാർ പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. നേരത്തെ തന്നെ കേന്ദ്രം കൃത്യമായി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായിരുന്നു. ആ വിജ്ഞാപനം അനുസരിച്ച് കീഴാറ്റൂരിലൂടെ തന്നെ ബൈപ്പാസ് പോകുമെന്നായിരുന്നു ഒരു നിർദ്ദേശമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ പുതിയ ഒരു വയൽക്കിളികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുകൊണ്ട് ബൈപ്പാസ് കീഴാറ്റൂരിൽ നിന്ന് മാറ്റുകയാണ് എങ്കിൽ കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് കൂടിയായിരിക്കും ഇന്ന് വ്യക്തമാകുക. കാരണം നേരത്തെ തന്നെ 3D വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് കേന്ദ്രം സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ബൈപ്പാസ് കീഴാറ്റൂരിലൂടെ തന്നെ പോകട്ടെ എന്നായിരുന്നു. അതിൽ നിന്നും പിൻവലിയുമോ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയാനുള്ളത്. അതുപോലെ തന്നെ ഈ വിഷയത്തിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വന്നതിന് ശേഷം പ്രതികരിക്കാം, ഫലം വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് മുഖ്യമന്ത്രി ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അജിംഷാദ്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. KM ജോസഫിനെ സുപ്രീം കോടതി ജസ്റ്റിസായി ഉയർത്തിക്കൊണ്ടുള്ള കൊളീജിയം നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഒടുവിൽ അംഗീകരിച്ചതായി റിപ്പോർട്ട്. നിയമനം ഉടൻ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാർ 2 വട്ടം തിരിച്ചയച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജുഡീഷ്യറിയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ പ്രതിഷേധവും ശക്തമായിരുന്നു. KM ജോസഫിനെ സുപ്രീം കോടതി ജസ്റ്റിസായി ഉയർത്തിക്കൊണ്ടുള്ള നിയമനത്തോടൊപ്പം കൊളീജിയം ശുപാർശ ചെയ്ത മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി, ഒഡീഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിനീത് ശരൺ എന്നിവരും സുപ്രീം കോടതി ജഡ്ജിമാരാകും. കഴിഞ്ഞ ജനുവരിയിൽ KM ജോസഫിന്റെ പേരും ഇന്ദു മൽഹോത്രയുടെ പേരും കൊളീജിയം ശുപാർശ ചെയ്തു. എന്നാൽ നീണ്ട 3 മാസങ്ങൾക്കു ശേഷം ഇന്ദു മൽഹോത്രയുടെ പേര് മാത്രം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. തുടർന്ന് കേന്ദ്ര സർക്കാരും കൊളീജിയവും തമ്മിലുള്ള വാക്പോര് കൂടുതൽ രൂക്ഷമായിരുന്നു. എന്നാൽ കൊളീജിയത്തിൽ ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, മദൻ ബി ലോക്കൂർ, കുര്യൻ ജോസഫ്, AK സിക്രി എന്നിവർ വീണ്ടും ശുപാർശ ചെയ്തു. ജസ്റ്റിസ് ജോസഫിന്റെ പേര് പ്രത്യേകമായാണ് ശുപാർശ ചെയ്തിരുന്നത്. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയിയെ ചീഫ് ജസ്റ്റിസായി നിയമിക്കണമെന്നും പട്ന ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോനെ ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാക്കണമെന്നും ശുപാർശ ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിപ എന്ന മഹാരോഗത്തെ വിജയകരമായി നേരിട്ട കേരളത്തിന് ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധന്റെ അഭിനന്ദനം. സാമൂഹ്യനീതിയും വിദ്യാഭ്യാസ ആരോഗ്യ നേട്ടവും ഉൾക്കൊള്ളുന്ന കേരള മോഡലാണ് ഇതിന് കേരളത്തെ പ്രാപ്തമാക്കിയതെന്നും സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയായ വിനോദ് തോമസ് പറയുന്നു. നിപ എന്ന മഹാരോഗത്തെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനായത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ ശക്തി ബോധ്യമാക്കുന്നതാണെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ വിനോദ് തോമസ് പറഞ്ഞു. സാമൂഹ്യക്ഷേമ മേഖലയിലെ കേരളത്തിന്റെ നിക്ഷേപം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. നിപ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ വൻ പകർച്ചവ്യാധിയായി ജനങ്ങളെ കൊന്നൊടുക്കിയേനെ. മലേഷ്യയ്ക്ക് പോലും ആകാത്തതാണ് കേരളം ചെയ്തത്. വേൾഡ് ബാങ്ക്, ADB എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് വിനോദ് തോമസ്. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റിംഗ് പ്രൊഫസറാണ് ഇപ്പോൾ അദ്ദേഹം. കേരള മോഡൽ വികസനത്തെ കൂടി ഇദ്ദേഹം പ്രകീർത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിനും ആരോഗ്യമേഖലയ്ക്കും കേരളം നടത്തുന്ന മൂലധന നിക്ഷേപത്തെ സാമ്പത്തിക വിദഗ്ധർ തന്നെ മാതൃകയാക്കണമെന്നും വിനോദ് തോമസ് പറയുന്നു. മലേഷ്യ പോലും പതറിയിടത്താണ് കേരളം അതിന്റെ നേട്ടം കൊയ്തത്. ഒരു നിപ കേസ് പോലും കണ്ടിട്ടില്ലാത്ത കേരളത്തിലെ ഡോക്ടറിന് നിപയെ തിരിച്ചറിയാനായി. സമകാലിക വിവരങ്ങൾ പോലും പഠന വിഷയമാക്കിയ ഡോക്ടറുടെ മികവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിൽ വിദ്യാഭ്യാസ മികവിന്റെ പ്രാധാന്യത്തെയാണ് വിനോദ് തോമസ് ഇതുവഴി ചൂണ്ടിക്കാട്ടുന്നത്. വിദ്യാഭ്യാസത്തിനൊപ്പം സാമുദായികവും വംശീയവുമായ ഭിന്നതകളില്ലാത്തതാണ് സിംഗപ്പൂരിന്റെ സാമൂഹ്യ ഘടനയ്ക്ക് കരുത്താകുന്നത്. മതേതരത്വം പുലരുന്നതുകൂടി കേരളത്തിന്റെ സാമൂഹ്യ വികസനത്തിന് നിദാനമായതായി ഈ ലോകപ്രസിദ്ധ സാമ്പത്തിക വിദഗ്ധൻ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2396.2 അടി പിന്നിട്ടു. വൃഷ്ടിപ്രദേശത്ത് മഴയും നീരൊഴുക്കും കുറഞ്ഞതിനാൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നത്. 2398 അടിയിലെത്തിയാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കും. മഴ കുറഞ്ഞതിനാൽ ഈ അളവിലേക്ക് ജലനിരപ്പെത്താൻ ഏതാനും നാളുകൾ വേണ്ടിവരും. 2403 അടിയാണ് അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. പൊതുതെരഞ്ഞെടുപ്പിൽ പേപ്പർ ബാലറ്റ് ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണും. തെരഞ്ഞെടുപ്പുകളിലെ വിവാദ വിഷയമായി തുടരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്.
പ്രതിപക്ഷ നിരയിലെ 15 രാഷ്ട്രീയ പാർട്ടികളാണ് 2019 പൊതുതെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനെതിരെ രംഗത്തെത്തിയത്. പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പാർട്ടികളുടെ ആവശ്യം. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലെയും BJPയുടെ വിജയം വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം കാട്ടിയാണെന്ന് ആരോപണമുയർന്നിരുന്നു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആം ആദ്മി പാർട്ടി MLA ഡൽഹി നിയമസഭയിൽ ലൈവായി മെഷീൻ ഹാക്ക് ചെയ്തിരുന്നു. രാജ്യം മറ്റൊരു പൊതുതെരഞ്ഞെടുപ്പിന് തയ്യാറാകാനിരിക്കെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യമെന്നത് ശ്രദ്ധേയമാണ്. BJP സഖ്യകക്ഷിയായിരുന്ന ശിവസേനയും നീക്കത്തിന് പിന്തുണ നൽകാനാണ് സാധ്യത. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ പ്രചരണം വ്യാപകമാക്കാനാണ് പാർട്ടികളുടെ തീരുമാനം. വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിന്റെ വസതിയിൽ അടുത്ത തിങ്കളാഴ്ച പാർട്ടികൾ യോഗം ചേരും. ആവശ്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അന്നുതന്നെ സമീപിക്കാനുമാണ് പാർട്ടികളുടെ തീരുമാനം. വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യതയിൽ ചർച്ചയാകാമെന്നാണ് BJPയുടെ നിലപാടെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ പുതിയ നീക്കത്തിൽ BJP നിലപാട് പറഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. അപകടത്തെ തുടർന്ന് മാസങ്ങളായി അബോധാവസ്ഥയിൽ കഴിയുന്ന യുവാവിന് ചികിത്സാ സഹായം തേടുന്നു. പത്തനംതിട്ട പന്തളം സ്വദേശിയായ ബിനുമോന്റെ തുടർ ചികിത്സയ്ക്കാണ് സുമനസ്സുകളുടെ കനിവിനായി കാത്തിരിക്കുന്നു ഈ നിർധന കുടുംബം. സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്നു ബിനുമോൻ. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് കഴിഞ്ഞ 6 മാസമായി ഇയാൾ അബോധാവസ്ഥയിലാണ്. ഇതിനോടകം 4 ശസ്ത്രക്രിയകൾ നടത്തി. ശസ്ത്രക്രിയകളും വിദഗ്ധ ചികിത്സയും ഇനിയും ആവശ്യമാണ്. പക്ഷേ അതിനുവേണ്ടി വരുന്ന ചെലവ് ഇവർക്ക് താങ്ങാനാവുന്നതല്ല. ഇപ്പം 4 മാസം കൊണ്ട് കോമ സ്റ്റേജില്ല. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ അവന് ചികിത്സ നടത്തിയതും ചെലവ് കഴിഞ്ഞു പോകുന്നതും എല്ലാം. അമ്മയാണെങ്കിൽ 10-20 വർഷം കൊണ്ട് ഹാർട്ട് പേഷ്യൻ്റ്. ഇപ്പം മോൻ്റെ രോഗവിവരം കൂടെ അറിഞ്ഞ് ഏകദേശം ഒരു 4 മാസത്തോളം പൂർണ്ണമായിട്ടും കിടക്കേ തന്നെ. അബോധാവസ്ഥയിലായിരുന്ന ബിനുമോനെ ഭാര്യയും ഉപേക്ഷിച്ചു. സഹോദരിയാണ് ബിനുവിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. ഇവർക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. ഷുഗർ പേഷ്യന്റായ ഇവരുടെ അമ്മയും കിടപ്പിലാണ്. ഇരുവരുടെയും ചികിത്സാ ചെലവിനായി മാത്രം മാസം 10,000-ലധികം രൂപ ചിലവ് വരും. സ്വന്തമായി ഭൂമിയില്ലാത്ത ഈ നിർധന കുടുംബം നാട്ടുകാരുടെ കാരണം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത്. നാട്ടുകാർ നിർമ്മിച്ചു കൊടുത്ത ഒരു ഷെഡിലാണ് ഇപ്പോൾ താമസം. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ബിനുമോന്റെ കുടുംബം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മറ്റു വാർത്തകൾ.